പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സീന ഫ്രാൻസിസ്. ഞാൻ നോർത്ത് പറവൂർ സെൻറ്റ് തോമസ് കൊട്ടയ്ക്കാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് 30 വർഷത്തോളമായി NHൽ വസ്തു ഉണ്ടായിരുന്നു. അത് വിറ്റുപോവാൻ പല വഴികളും നോക്കിയിരുന്നു. അത് നടന്നിരുന്നില്ല. 26/8/2022 ഞാൻ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്ത് ഒക്ടോബർ മാസത്തിൽ പറമ്പിൻ്റെ കരാർ നടക്കുകയും പിന്നെയും അതിൽ കുറേ നൂലാമാലകൾ വന്നപ്പോൾ ഉടമ്പടി തൈലം ഉപ്പും ചേർത്ത് ചാലിച്ച് പറമ്പിൽ ചുറ്റും തളിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ച് കരാർ ഭംഗിയായി നടക്കുകയും ചെയ്തു. അതിനുശേഷം മെയ് മാസത്തിൽ തീർ ആവുന്ന സമയത്തിന് മുമ്പ് വില്ലേജിൽ നിന്ന് സ്കെച്ച് റെഡിയാക്കാൻ വന്നപ്പോൾ അതിൽ ഒരു 3.5 സെൻറ്റ് സ്ഥലം വീണ്ടും കുറവായിട്ട് കാണപ്പെട്ടു. ആ സമയത്ത് വില്ലേജ് ഓഫീസിൻ്റെ വാതിൽക്കൽ ഹസ്ബൻഡ് കാശ് രൂപം കയ്യിൽ പിടിച്ച് ഉപ്പ് കൊണ്ടുപോയി വിതറി. 2 ദിവസത്തിനുള്ളിൽ അതെല്ലാം ഭംഗിയായി ക്ലിയർ ആവുകയും മെയ് മാസത്തിൽ തീർ നടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ തറവാട് വീട് ഒരു 8 വർഷത്തോളമായി 18 ലക്ഷം രൂപയുടെ കടം ബാങ്കിലുണ്ടായിരുന്നു. ജപ്തി ഭീഷണിയിലായിരുന്നു. സഹോദരന്മാർ ഇടപെട്ട് അത് ഭംഗിയായി നടക്കുകയും ആധാരം തിരിച്ചെടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതാണ്. എനിക്ക് 10 വർഷത്തിന് മുമ്പ് വലതുവശത്തെ നെർവിന് കംപ്ലൈൻ്റ് ആവുകയും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുകയും മരുന്ന് ഫലമില്ലെന്ന് പറഞ്ഞ് 45 ദിവസം ഫിസിയോതെറാപ്പി ചെയ്തിരുന്നു. അതിനുശേഷം കുറേ നാളുകളായിട്ട് ഞാൻ മരുന്നുകളൊന്നും കഴിക്കില്ല. മുട്ട് മടക്കി ഞാൻ മുട്ടുകുത്താറില്ല. അതുപോലെ തന്നെ കുനിഞ്ഞ് വസ്തുക്കൾ എടുക്കാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ മാസമായപ്പോഴേക്കും ഞാൻ മുട്ടുകുത്തുവാനും നിലത്തിരിക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരന് 4 വർഷമായി സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ജോലി ലഭിച്ചു, സ്ഥിര വരുമാനമുള്ളൊരു ജോലി. എൻ്റെ മകൾ ജൂലൈ മാസം മുതൽ ടെക്നോ പാർക്ക് IT കമ്പനിയിൽ പ്രൊബേഷനിലായിരുന്നു. പക്ഷേ സ്ഥിര നിയമനം ജനുവരിയിൽ ലഭിക്കണമെങ്കിൽ അയാൾ MBA പാസ്സായിട്ടില്ല, മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. ഒത്തിരി പ്രോബ്ലങ്ങൾ അതിൻ്റെ ഇടയിൽ അവരുടെ സ്റ്റാഫും മാനേജറും ഒക്കെ പറഞ്ഞിരുന്നു. എങ്കിലും മാതാവ് ഇടപെട്ട് മോള് MBAക്ക് ചേരുകയും ജോലിയിൽ സ്ഥിരമാക്കുകയും ചെയ്തു.